guys, I am Nikita. Welcome back to Shreya's YouTube channel. Hey guys, welcome back to my YouTube channel. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ്? അങ്ങനെ 7th ജൂണാണ് ഗേസ് ഞങ്ങൾ എല്ലാവരും കൂടി കാണാൻ വേണ്ടി തീരുമാനിച്ച ഡേറ്റ്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ലുലുവിലാണ് കറങ്ങാമെന്ന് വിചാരിച്ചത്. കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ കയറി. ഹൈപ്പർ മാർക്കറ്റിൽ കയറിയതിൻ്റെ ഉദ്ദേശം തന്നെ ഒരു ഐസ്ക്രീം അവിടെ നിന്ന് മേടിക്കാം എന്നുള്ളതായിരുന്നു. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടുകൊണ്ട് ഇവിടെ ഓരോരുത്തർ ഒരുങ്ങുന്നൊക്കെ ഉണ്ട്. Guys, subscribe ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അൺഫോളോ ചെയ്യരുത്. എനിവേ whatever. ശ്രേയ എൻ്റെ ജീവനാണ്. അവിടെ നമ്മൾ എടുത്ത് കാണിച്ചു കൊടുത്തേ. ഹൈപ്പർ മാർക്കറ്റിൽ കയറുന്ന സമയത്താണ് ഞങ്ങൾ ഓർക്കുന്ന കുട പുറത്ത് വെക്കണമല്ലോ. എന്നപ്പോൾ അങ്ങനെ കുട ഞങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് കയറിയത്. ഇപ്പം ഞാൻ നടക്കുന്ന കുട എടുക്കാൻ വേണ്ടിയാണ്. ദേ ഗൈസ് അവിടെ ഇരിക്കുന്നു കണ്ടോ എൻ്റെ കുട. ആ കുടയും കൂടെ ഒന്ന് എടുത്തിട്ട് വേണം നമുക്ക് തിരിച്ച് അവരുടെ കൂടെ ജോയിൻ ചെയ്ത് ഐസ്ക്രീം അവിടെ എന്നെ കാത്തിരിക്കുകയാണ്. മീറ്റപ്പ് പ്ലാൻ ചെയ്തപ്പോൾ 5 പേരായിരുന്നു. അപ്പം ബാക്കി 2 പേരും കൂടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ ഓർഡർ ചെയ്യാൻ തുടങ്ങി. ബാക്കി അവരും കൂടി വന്നിട്ട് ഓർഡർ ചെയ്യാമെന്ന് ഇങ്ങനെ കാത്ത് നിൽക്കുമ്പോഴാണ് ദേ വരുന്ന 2 പേര് അടിക്കാൻ നിൽക്കുകയാണല്ലേ? അടിക്കാൻ നിൽക്കുക. വെയിറ്റ് ദ ലേറ്റ് കമേഴ്സ്. മെട്രോയിൽ വെച്ചിട്ട് ഞങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ സ്കൂളിൽ പണ്ട് പഠിച്ചിരുന്ന ഒരാളെ ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം കൂടെ ഇവിടെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ഇവർ 2 പേരും കണ്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് സന്തോഷം പങ്കിടുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. സ്റ്റോറി ടൈം. അങ്ങനെ ഫുഡിൻ്റെ അഭിപ്രായമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വരിയിൽ ഞങ്ങൾ കുറച്ച് വെഡ്ഡിങ് ഡ്രസ്സ് കണ്ടപ്പോൾ ആരുടെ കല്യാണമായിരിക്കും ആദ്യം വിളിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആക്ച്വലി ഹാംലീസിൽ കയറി. ഞങ്ങൾക്കെല്ലാം കുഞ്ഞുങ്ങളുടെ മനസ്സാണെന്നേ ഞങ്ങൾ വിചാരിച്ചു കുറച്ചെണ്ണം ടോയ്സും ഒക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇച്ചിരി നേരം അവിടെ നിന്നും എവിടെയാണ്? റിസൾട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ടീച്ചേഴ്സിനെ കാണാൻ പോവാണ് സ്കൂളിൽ. മെട്രോയിൽ നിന്ന് വന്ന് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. ഞങ്ങളുടെ സൈഡിൽ ഓട്ടോ ഒന്നും വന്ന് കിടപ്പില്ല. അപ്പം പിന്നെ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്കൂൾ പൂട്ടി പോവും. അപ്പം പിന്നെ ഞങ്ങൾ സ്പീഡിൽ നടക്കാൻ തുടങ്ങി. സ്കൂൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഏകദേശം സ്കൂളിൻ്റെ അടുത്തായിട്ട് വീട് വരുന്ന ജസ്ലിൻ്റെ വീട്ടിലാണ് നമ്മൾ ബ്രൗണീസൊക്കെ നേരത്തെ മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങൾ ടീച്ചേഴ്സിനൊക്കെ കൊടുത്തു. എല്ലാവർക്കും സന്തോഷമായി. കുറച്ച് വരെ നമുക്ക് മിസ്സായി. പ്രൈമറി ടീച്ചേഴ്സിനൊന്നും കാണാൻ പറ്റിയില്ല. അവരെ ഞങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾക്കെല്ലാം നൊസ്റ്റായിട്ടുള്ള ബാസ്കറ്റ്ബോൾ കോർട്ടിൽ വന്നു. പ്രത്യേകിച്ച് ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സായ ജസ്റ്റിനും നിക്കിതയൊക്കെ ജസ്റ്റ് ബോൾ ഉള്ളതുപോലെ സങ്കല്പിച്ച് അവിടെ ഓടിച്ചാടി കുറച്ച് നാളോടെ ഒന്ന് കളിച്ചതിന് ശേഷം ഞങ്ങളെല്ലാം അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളെ 11th ഒരു ക്ലാസ് ടീച്ചറിനെ കാണാൻ പറ്റിയിരുന്നില്ല. മിസ്സിനെ ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ പോയി കണ്ടില്ലായിരുന്നു. അപ്പം മിസ്സിൻ്റെ വീട് അടുത്താണെന്നറിയാം. അപ്പം അങ്ങനെ ഞങ്ങൾ മിസ്സിനെയും പോയി കണ്ട് മിസ്സും ഹാപ്പിയായി. എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ സ്പ്ലിറ്റപ്പ് ചെയ്ത് വീട്ടിലോട്ടൊക്കെ പോയേക്കാണ്. അപ്പം നമ്മളിനി നടക്കുകയാണ്. ഇനി നിൻ്റെ പരിപാടി എന്താ? ഇനിയും ഞാൻ വീട്ടിൽ പോയിട്ട് ഫ്രഷപ്പ് ആയിട്ട് ഇനി തിരിച്ച് മോളിലേക്ക് പോകും. ഞാൻ ഇനിയും ഒന്ന് ഫ്രഷ് ആയിട്ട് പള്ളിയിലോട്ടൊന്ന് പോകണം. ഒരു ദിവസമുണ്ട്. അത് നമുക്ക് കാണാം അല്ലേ? അതെ. ഓക്കെ, ബൈ ഗൈസ്. മാറി അത് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിലോട്ട് പോവാണ്. പള്ളിയിൽ സൺഡേ സ്കൂൾ ഗ്രാജുവേഷനാണ് എനിക്ക് നാളെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിഹേഴ്സലുണ്ട്. അപ്പോൾ അതിന് പോവാണ്. അതിനുശേഷം വന്നിട്ട് നമുക്ക് പപ്പയുടെ കേക്ക് കട്ട്. ഇങ്ങനെയായിരുന്നു കേസ്. ഞങ്ങൾ ആക്ച്വലി പറഞ്ഞ പപ്പനെ ഇങ്ങനെ കണ്ണടപ്പിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ ഞങ്ങൾ ലൈറ്റ് ഓൺ ആക്കുക ചെയ്തത്. ഇപ്പോൾ ഇതായിരുന്നു പരിപാടി. കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇപ്രാവശ്യം എടുക്കാൻ പോയില്ല. ജസ്റ്റ് കുറച്ച് മെമ്മറീസിന് വേണ്ടിയുള്ള ഫോട്ടോസും വീഡിയോസും മാത്രമേ എടുത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തോന്നി അല്ലെങ്കിൽ ഒരാളെപ്പോഴും
വീഡിയോസായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാതെ പോകും. പിന്നെ മറ്റുള്ളവരാണെങ്കിലും ക്യാമറയെ പറ്റിയുള്ള ബോധറേഷനും ഒക്കെ നമുക്ക് ആ ഒരു മൊമെൻ്റ് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ക്യാമറയൊക്കെ മാറ്റി വെക്കാം, ഇടയ്ക്ക് ജസ്റ്റ് മെമ്മറീസിന് വേണ്ടി മാത്രം. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പപ്പ എത്ര ഊതിയിട്ടും ആ ക്യാൻഡിലൊന്നും കെട്ടുപോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി അങ്ങനത്തെ ക്യാൻഡിലാണ് മേടിച്ചത്. അപ്പോൾ അത് രസമായിരുന്നു. അപ്പോൾ പുറത്തേക്ക് ഊതി ശ്രമിച്ച് നോക്കി, പക്ഷെ നാലും വിടാതെ അവസാനം വരെ ദേ ഒരു ക്യാൻഡിൽ അവിടെ നിൽപ്പുണ്ട് ഗൈസ്. 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു, ഫെയർവെൽ കഴിഞ്ഞു, ബോർഡ് എക്സാംസ് കഴിഞ്ഞു, 3 എൻട്രൻസ് എക്സാം കഴിഞ്ഞു, അങ്ങനെ എല്ലാ എൻട്രൻസ് എക്സാമും കഴിഞ്ഞു. ഞാൻ എഴുതുന്ന എല്ലാ എക്സാംസും കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ഈ പരിപാടിയും. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി. എക്സാം കഴിഞ്ഞിട്ട് തൊട്ട് അടുത്ത ദിവസം ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്താൽ മതി, എനിക്ക് പുറത്ത് പോയാൽ മതി എന്നായിരുന്നു. കാരണം വീട്ടിലെല്ലാം കൂടി ഇരുന്നിട്ട് തന്നെ എന്തോ പോലെ ആവുന്നുണ്ടായിരുന്നു. എല്ലാം തീർന്നിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഭയങ്കരമാണ്. സ്കൂളിലും തിരിച്ചു പോയി, കുറച്ച് നേരമാണെങ്കിൽ എല്ലാവരും ഒന്ന് പെട്ടെന്നൊന്ന് ഓടിച്ച് കാണാൻ പറ്റി. കുറച്ച് നേരമൊക്കെ മിസ്സായി. എങ്കിലും ഈ ഒരു 2 മാസം എനിക്ക് ഇച്ചിരി ഫ്രീ ആണ്. എഴുതി വെച്ചിട്ടുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ മനസ്സിൽ വരുന്നൊക്കെ തോന്നുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുമ്പോൾ എഴുതി വെക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് ഇനി അടുത്ത വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ പതുക്കെ നല്ല നല്ല കണ്ടൻസ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. ഇനിയും കുറേ വീഡിയോസ് വരുന്നുണ്ട്. Until we meet again, smile more and